الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ രക്ഷയുടെയും സമാധാനത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ള സൂക്ഷ്മത, തഖ്വ, അത് ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും കൈക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനും അതിൽ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ആരാധനയായിട്ടുള്ള നോമ്പുമായി ബന്ധപ്പെട്ട ചില ഉത്ബോധനങ്ങളാണ് ഈ നോമ്പിലെ ജുമാ ഖുത്ബകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷമ, അതാണ് നമ്മുടെ നോമ്പിനെ, നമ്മുടെ റമളാനിനെ ഏറ്റവും ധന്യമാക്കുന്നതും പ്രതിഫലപൂർണമാക്കുന്നതും എന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കി. അതുപോലെ തന്നെ റമളാനിന്റെ ഏറ്റവും വലിയ ചൈതന്യം അത് വിശുദ്ധ ഖുർആനാണ്. അതിന്റെ പാരായണങ്ങൾ, അതിന്റെ മനഃപ്പാഠം, അതിന്റെ ഉത്ബോധനങ്ങൾ, അതാണ് റമളാനിന്റെ ചൈതന്യമെന്നും നമ്മൾ ഉൾക്കൊണ്ടു. കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അപകടത്തെ, പരലോകത്ത് സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ഖേദത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്കത് സംഭവിക്കാതിരിക്കാനാണ്. സഹോദരങ്ങളെ, എല്ലാ ആരാധനകളും കർമ്മങ്ങളും അതിന്റെ ചിട്ടകളോടെ, അതിന്റെ വ്യവസ്ഥകളോടുകൂടെ ഞാൻ നിർവഹിച്ചാൽ എനിക്കൊരിക്കലും അതിന്റെ പ്രതിഫലം കിട്ടാതെ പോകില്ല. എന്തായിരുന്നാലും ഞാൻ അതിന്റെ ഫലം പരലോകത്ത് അനുഭവിക്കും എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് അനേകം ഇടങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈമാനിൽ, നമ്മുടെ വിശ്വാസത്തിൽ അപാകതയില്ലാതിരിക്കുക എന്ന ഒരു നിബന്ധന കർമ്മങ്ങൾ സ്വീകരിക്കാൻ, നമ്മുടെ പുണ്യപ്രവർത്തനങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ അത് സ്വീകരിക്കാനുണ്ട് എന്നത് വളരെ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇത് ഒരു വ്യവസ്ഥയായി, ഒരു ഷർത്തായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്.
ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾ ഒന്നുമില്ലാതെ നമസ്കരിച്ചിട്ട് അയാൾ നമസ്കാരത്തിന്റെ പ്രതിഫലം പരലോകത്ത് ആവശ്യപ്പെടുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഞാൻ നമസ്കാരത്തിന് ഒരു നിർബന്ധം, ഒരു നിബന്ധനയാക്കിയിരുന്നു എന്ന് അള്ളാഹു പരലോകത്ത് വെച്ച് പറഞ്ഞാൽ അയാളുടെ നമസ്കാരത്തിന്റെ മേൽ പ്രതിഫലം ആവശ്യപ്പെടാൻ അയാൾക്ക് എന്ത് അധികാരമാണുള്ളത്, എന്ത് അവകാശമാണുള്ളത്? അതുപോലെ ജീവിതത്തിലെ എന്ത് പ്രവർത്തനങ്ങൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാവട്ടെ, നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്നവന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഒരു 10 രൂപയാവട്ടെ, അതിന്റെ പിന്നിലെല്ലാം ഒരു ഷർത്തുണ്ട്. എന്താണ് ആ ഷർത്ത്? എന്താണ് ആ നിബന്ധന? ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ നന്മകളിൽ നിന്ന് സൽപ്രവർത്തനങ്ങളിൽ എന്തൊന്ന് പ്രവർത്തിച്ചാലും, അടുത്ത വാക്കെന്താ അറിയോ? വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ കളങ്കരഹിതമായ ഒരു വിശ്വാസം അവനുണ്ടാവണം. സ്വർഗത്തിൽ അവൻ വിശ്വസിക്കണം, നരകത്തിൽ അവൻ വിശ്വസിക്കണം. ഈ 30 ജുസ് ഖുർആനും അള്ളാഹുവിന്റെ വഹിയാണെന്ന് വിശ്വസിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാൽ ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ വിശ്വസിക്കണം. ഈ വിശ്വാസങ്ങൾ ഒരുത്തരുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ കിടക്കും. സ്വർഗത്തിൽ കിടക്കാനല്ലേ സഹോദരങ്ങളെ ഈ പ്രവർത്തനങ്ങൾ? അവർക്ക് സ്വർഗം കിട്ടും അവൻ ഈമാനോടുകൂടെ പ്രവർത്തിച്ചാൽ. ഒരു ചെറിയ തരിമ്പ് പോലും അവനോട് അനീതി ചെയ്യൂല. റബ്ബേ, ഞാൻ ചെയ്ത ഒരു തസ്ബീഹ് എവിടെ, ഒരു ദിക്ർ എവിടെ, ഒരു രാത്രി നമസ്കാരം എവിടെ എന്നവൻ ചോദിക്കില്ല. അവന് നീതിപൂർവ്വം പ്രതിഫലം കിട്ടുന്ന ഒരായത്തല്ല സുഹൃത്തുക്കളെ. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻതാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു നല്ല പ്രവർത്തനം പ്രവർത്തിച്ചു, വഹുവ മുഅ്മിനുൻ, അടുത്ത ആയത്താണ്, വിശ്വാസിയായിക്കൊണ്ട് ഈമാനോടുകൂടെ ശിർക്കില്ലാതെ തൗഹീദോടെ, ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അത് മറ്റൊരു ഫലമാണ്. നന്മ നിറഞ്ഞ ജീവിതത്തിന്റെ ഇഹലോകത്ത് നല്ലൊരു ജീവിതം അവന് കൊടുക്കും. നല്ലൊരു ജീവിതം. സുഹൃത്തുക്കളെ, എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് വെച്ചിട്ടും എന്താണ് എന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു അനുഗ്രഹം തരാത്ത ചില ആൾക്കാർ ചോദിക്കും. കിട്ടണമെങ്കിൽ സുഹൃത്തുക്കളെ ശിർക്കിന്ന് മുക്താകണം. നോക്ക്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി 6 ലക്ഷം രൂപ കെട്ടിപ്പോകുന്ന സമയത്ത് ഹജ്ജിന്റെ യാത്ര സുരക്ഷിതമാകാൻ അജ്മീറിലേക്ക് ഒരു നേർച്ച കൂടെയുണ്ട് സുഹൃത്തുക്കളെ. 10 വട്ടം ഖത്തം തീർത്ത് നിസ്കാരപ്പായിലിരുന്ന് ഓതി തീർത്ത വല്യമ്മമാരുടെ നമ്മുടെ നാട്ടിൽ. അവര് പത്തിരി പരത്തി ബദരീങ്ങളുടെ പേരിൽ കൊണ്ടുപോയി കൊടുക്കാണ് പള്ളിയിലേക്ക്. ഈ വെള്ളിയാഴ്ച അല്ലല്ലാത്തവർക്ക് നേർച്ച കൊടുത്താൽ ശിർക്ക്, ഈമാൻ പൊളിഞ്ഞു, കർമ്മങ്ങളൊന്നുമില്ല, പിന്നെ ചെയ്തിട്ട് എന്താ കാര്യം? ഫലമില്ലെന്ന് പറയുന്നു. ഇവിടെയും ഫലം ഉണ്ടാവൂല. നാളെ പരലോകത്ത് സ്വർഗം കിട്ടൂല. അള്ളാഹ് പറഞ്ഞ വിസ്തൃതി വഹുവ മുഅ്മിൻ, വഹുവ മുഅ്മിൻ. ഈ വാക്ക് നാളെ പരലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് എതിരായി സാക്ഷി പറയുന്നു. അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കും. കിട്ടണമെങ്കിൽ നിസ്കരിച്ചാ പോരാ സുഹൃത്തുക്കളെ, നോമ്പ് നോറ്റാ പോരാ, ഖത്തം തീർത്താ പോരാ. ഓരോ ഹറഫിനും 10 ഇരട്ടി കൂലി കൊടുക്കുമ്പോൾ ഒരു ഹറഫിന് ഒരു കൂലി പോലും കിട്ടാതെ മരീചികയാകി പോകുന്ന ആളുകളുടെ പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെന്താ അറിയോ? ഫൽഅമാലു ബിദൂനിൽ ഈമാൻ, ഈമാനില്ലാത്ത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ വേര് മുഴുവനാണ് മുറിച്ചു കളഞ്ഞത്. മേലക്ക് നോക്കിയപ്പോൾ കൊമ്പിന് എന്തൊരു പച്ചപ്പ് സുഹൃത്തുക്കൾ, എത്ര ദിവസം ഉണ്ടാവും അത്? വേര് മുറിഞ്ഞ മരത്തിന്റെ കൊമ്പുകളുടെ പ്രസരിപ്പ് എത്ര ദിവസമുണ്ടാകും? പള്ളിയിൽ ആളുകൾ നിറയുന്നു, നിസ്കാരത്തിന് തിരക്ക് കൂടുന്നു, തറാവീഹുകൾക്ക് ആളുകൾ കൂടുന്നു, പിന്നെ ഖുർആന്റെ പാരായണങ്ങൾ വർദ്ധിക്കുന്നു. ഈമാനിലെങ്കിലും സുഹൃത്തുക്കളെ വേര് മുറിഞ്ഞ മരത്തിലെ കൊമ്പ് പോലെ. പണ്ഡിതന്മാര് വീണ്ടും പറഞ്ഞു, ബുനിയ അല മൗജിൽ മാ, വെള്ളത്തിന്റെ മുകളിൽ നിർമ്മിച്ച കോട്ട പോലെ. അത്രേ ഉള്ളൂ ഈമാനില്ലാത്ത. ഈമാൻ ശരിയായോ എന്ന് പരിശോധിക്കാൻ 13 കൊല്ലാണ് 23 കൊല്ലത്തിൽ റിസാലത്തിന് അനുവദിച്ചു. റസൂലുള്ളാഹിന്റെ 23 കൊല്ലത്തില് 13 കൊല്ലം ഈമാൻ ശരിയാക്കാൻ വിനിയോഗിച്ചത് പിന്നുള്ള അമലുകൾ ഫലപ്പെടാനാണ്. വീണ്ടും നിങ്ങൾ നോക്കൂ ആയത്ത്, വമൻ അറാദൽ ആഖിറ വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ വഉലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകത്തെ ഉദ്ദേശിച്ചു പ്രവർത്തിക്കേണ്ട മാതിരി പ്രവർത്തിച്ചു, വഹുവ മുഅ്മിൻ. അതിന് ആ വാക്കെന്നെ വേണത്. അവൻ മുഅ്മിനായും കൊണ്ട്. മുഅ്മിനായിട്ടില്ലാത്ത ഒരാൾക്ക് പരലോകത്ത് തന്റെ കർമ്മങ്ങൾക്കൊന്നും പ്രതിഫലം ആവശ്യപ്പെടാൻ അവകാശമില്ല. സുഹൃത്തുക്കളെ, തീർന്നില്ല. വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹളുമ. വമൻ യഅമൽ മിനസ്സാലിഹാതി, സൽപ്രവർത്തനങ്ങളിൽ നിന്നും ആര് പ്രവർത്തിച്ചു പോകും? വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് പ്രവർത്തിച്ചാൽ
ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ. ഒരു അനീതിയോ അക്രമോ ഭയപ്പെടുന്ന ഈ അനീതി ഇങ്ങനെ ആവർത്തിച്ച് വേണത്. ജീവിതം മുഴുവൻ നിസ്കരിച്ച് സുജൂദ് കിടന്നിട്ട് പടച്ചോനെ ഞാൻ നരകത്തിൽ കാണല്ലോ എന്ന് പറയുമ്പോൾ അത് ചോദിക്കും, വഹുവ മുഅ്മിൻ, ഈമാൻ ഉണ്ടായിരുന്നോ, ശിർക്കിൽ നിന്ന് മുക്തമായിരുന്നോ? മറ്റു മതസ്ഥർ ചെയ്യുന്ന എല്ലാ ബഹുദൈവത്വങ്ങളും അതുപോലെ, അവരെ വിളക്കും, അവരെ തിരിയും, അവിടെ പുതപ്പും എല്ലാം അതുപോലെ സുഹൃത്തുക്കളെ. എന്നിട്ട് ഖുർആൻ അവിടെ നിന്നാ യാസീൻ ഓതുന്നത് ഖത്തം തീർക്കുന്നത്. അതിനൊക്കെ കൂലി എങ്ങനെ പരലോകത്ത് കിട്ടിയ സഹോദരങ്ങളെ? ഖുർആന്റെ ആയത്തുകളാണ് ഇതൊക്കെ, തീർന്നില്ല. വമയ്യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിൻ ഫലാ കുഫ്റാന ലിസഈഹി. ആരാണോ വിശ്വാസിയായിക്കൊണ്ട് സർപ്പത്തിന് പ്രവർത്തിക്കുന്നത് അവന്റെ ഒരു പ്രവർത്തനവും അള്ളാഹു പാഴാക്കി കളയില്ല. ഭാരതയെ പാഴാക്കി കളയാത്തുള്ളൂ ഈമാനുള്ളവന് മാത്രം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് എന്ത് പറഞ്ഞു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം. നോമ്പ് നിർബന്ധം എന്ന് പറയുന്നതിന് മുന്നേ അള്ളാഹു ഈമാൻ ഉണ്ടോന്നാ ചോദിച്ചത്. ഈമാനുള്ളവരെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണെന്ന്. സുഹൃത്തുക്കളെ തൗഹീദില്ലെങ്കിൽ നോക്ക് നിങ്ങൾ പിശാചിന്റെ തന്ത്രം ആളുകളെ കൂടെ ചെയ്യിപ്പിക്കണേ മഹാസാധുക്കൾ. സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഈ നോമ്പ് നോൽക്കുന്ന നിഷ്കളങ്കന്മാരായ ആളുകളെ കൊണ്ട് വിവരമുള്ള ആളുകൾ പച്ച ശിർക്കാണ് ചെയ്യിപ്പിക്കുന്നത്. ആലോചിക്കുക, നിങ്ങൾ ബദരീങ്ങൾക്ക് വേണ്ടി അറുത്ത മാംസം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതെല്ലാരും തിന്നോളെന്നാണ്. എനിക്ക് പോത്തിറച്ചി പറ്റൂല എന്ന് പറഞ്ഞാലും തീറ്റിക്കും അമ്മായിമ്മയും അതേപോലെ തന്നെ മുതിർന്നവരും. എന്താ ആ ഇറച്ചിക്കുള്ള പ്രത്യേക സുഹൃത്തുക്കളെ? എന്നും 250 രൂപ കൊടുത്തു വാങ്ങുന്ന ഇറച്ചിയേക്കാളും എന്ത് പ്രത്യേകതയാണ് അതിനുള്ളത്? അത് തിന്നാൽ അനുഗ്രഹം കിട്ടും. എന്തേ? ഇന്നലെ ഇവിടുത്തെ ഇറച്ചിക്കടക്കാരൻ അറുത്തതും ബിസ്മി ചൊല്ലിയിട്ടല്ലേ? എന്താ ആ മാംസത്തിനില്ലാത്ത ഒരു പോരിശ ഈ മാംസത്തിന്? ഇത് ബദരീങ്ങളുടെ പേരിലാണ്. അവിടെ ബർക്കത്ത് കിട്ടും, രോഗങ്ങളെ തടുക്കും, ശാന്തി കിട്ടും. അതിനാ ആൾക്കാരെ തിന്നുന്നത്. അത് രുചിയില്ലെങ്കിലും ഉപ്പേറിയാലും മുളയേറിയാലും ഒരു കഷ്ണം കടിച്ചിറക്കും ബർക്കത്ത്. സുഹൃത്തുക്കളെ അള്ളാഹു എന്നല്ലാതെ എവിടെ നമുക്ക് ബർക്കത്ത് പ്രതീക്ഷിക്കാൻ പറ്റുക? നോക്കുന്ന ഷിർക്ക് അള്ളാഹിന്റെ പേരിലത്ത് അവർ അറുക്കപ്പെട്ടത് പിന്നെ തിന്നാൻ പറ്റൂല, ഹറാം, പന്നി മാംസത്തെ പോലെ നിഷിദ്ധം. നമ്മുടെ ആൾക്കാരെ കൊണ്ട് തീറ്റിക്കരെ സുഹൃത്തുക്കളെ. നോമ്പ് നോറ്റിട്ട് നോമ്പ് നോറ്റാ നോമ്പ് മുറിച്ച് സാധുക്കൾ അതാണ് ഭക്ഷിക്കുന്നത്. നോക്ക് നിങ്ങൾ പിശാചിന്റെ കുറിച്ച്. ഈമാനിൽ ചോർച്ച പറ്റിയാൽ അമല് ഫലപ്പെടില്ല എന്ന് നന്നായി അറിയുന്നത് കൊണ്ട് വരെ പഠിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത പ്രശ്നം. ആളുകൾക്ക് ഇപ്പൊ അത് ഒഴിവാക്കാൻ വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഈ നോമ്പ് മുഴുവൻ നഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധുക്കളൊന്നും ചെയ്യൂല. നമ്മുടെ കടമയാണ്, നമ്മുടെ ഭാഗത്ത്. ഈമാനും അമലുസാലിഹാത്ത് തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, പരലോകത്ത് എല്ലാ പ്രതീക്ഷയും മറ്റവർക്കുള്ള പ്രതീക്ഷയാണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ. ഷഫാഅത്ത് വലിയ പ്രതീക്ഷ, ശുപാർശ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹു അവിടെ ചില ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്യാൻ തീരുമാനിക്കും. അതിന് അള്ളാഹു ചില പ്രവാചകന്മാർക്കും അതേപോലെ തന്നെ മഹത്തുക്കൾക്കും അവസരം കൊടുക്കും. അതാ ശുപാർശ. അത് നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹിനോട്. റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് വേണമെങ്കിൽ അള്ളാഹുവെ റസൂലിന്റെ ഷഫാഅത്ത് എനിക്ക് പരലോകത്ത് വരണേന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂലെ താങ്കളുടെ ഷഫാഅത്ത് എനിക്ക് തരണേ, അഷഫാഅത്ത് ഹബലന എന്ന് പറഞ്ഞാൽ ശിർക്ക്. അള്ളാഹ് റസൂലിനോട് ഇപ്പൊ പറഞ്ഞാൽ അത് ദുആയാണ്, പ്രാർത്ഥനയാണ്. അത് ദുആയാണ്, അത് ശിർക്കാണ്. അള്ളാഹുടെ ചോദിക്കും. നോക്ക് നിങ്ങൾ 8 തരം ഷഫാഅത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് എല്ലാരെയും പാടെ മാഷരുടെ വിചാരണക്കെടുക്കാൻ, ഒന്ന് സ്വർഗത്തേക്ക് പോകേണ്ടവനെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ, സ്വർഗത്തിലെ പദവി വർദ്ധിപ്പിക്കാൻ, അതേപോലെ തന്നെ മരിച്ചുപോയ കുട്ടികൾ മാതാപിതാക്കൾക്ക് വേണ്ട ഷഫാഅത്ത്. ഈ ഷഫാഅത്തിൽ റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് ആർക്കാണ് കിട്ടുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. മൻ അസ്അദുൻ നാസി ഷഫാഅതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നാളെ താങ്കളുടെ ഷഫാഅത്ത് ആർക്കാ കിട്ടുക? നരകത്തിൽ പോയിട്ട് അയിന്നൊരു പിടിങ്ങിട്ട് പുറത്തേക്ക് പോരുമല്ലോ കൊണ്ടുവരാൻ. ആ ഷഫാഅത്തൊക്കെ ആർക്കാ കിട്ടുക റസൂലേ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥതയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും കിട്ടൂലേ? എന്താ ഖാലിസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട്. എന്താ തൗഹീദിന്റെ ആത്മാവ്? എന്താ സുഹൃത്തുക്കളെ? നമ്മളെല്ലാവരും സഹായിക്കണം, അയൽവാസി സഹായിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഈ റമദാനിൽ നമ്മൾ എത്ര പാവപ്പെട്ടവരെ സഹായിച്ചു? എല്ലാ സഹായങ്ങളും കാരണങ്ങൾക്കുള്ളിലാണ്. കാരണങ്ങൾ. ഡോക്ടറോട് രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ ഡോക്ടർ കണ്ടെത്തേണ്ട കാരണങ്ങൾ നമ്മൾ, ഡോക്ടർ മാറും പറഞ്ഞാൽ പോലും എന്തുകൊണ്ട് മാറും? രോഗം ഇന്നതാണ്, ഇന്ന മരുന്ന് കുടിച്ചാൽ മാറുമെന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനമാകും. സുഹൃത്തുക്കളെ, അല്ലാഹു എന്ന് പറഞ്ഞാൽ കാരണങ്ങളിലൂടെ അല്ലാതെ തന്നെ നമ്മളിൽ ഇടപെടാൻ പറ്റും. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, ഭൗതികതകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. രോഗം മാറ്റാൻ അല്ലാണ്ട് പറഞ്ഞാൽ എങ്ങനെയെന്ന് നമ്മൾ അറിയേണ്ടത് മാറിക്കോളൂ സുഹൃത്തുക്കളെ. ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് റേഡിയേഷൻ തുടങ്ങി പകുതി ആയപ്പോൾ നേരത്തെ നോക്കിയതിൽ വ്യത്യസ്തമായ ഒരു റേഡിയോളജിസ്റ്റ് എടുത്തിട്ട് വെറുതെ എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ക്യാൻസർ അല്ലല്ലോ, ഇത് നോക്കിയോടത്ത് ചെറിയൊരു തകരാറ് വന്നു. സുഹൃത്തുക്കളെ, പിന്നെന്താ കാണുന്നത്? വീണ്ടുമുള്ള പക്ഷേ അയാൾക്ക് ക്യാൻസർ അല്ല,
അയാൾ ക്യാൻസറാന്ന് വിശ്വസിച്ച് എത്ര ദിവസം ചികിത്സിച്ചു. നിമിഷങ്ങളെ കൊണ്ട് മാറ്റാൻ അള്ളാഹുവിന് പറ്റും. സുഹൃത്തുക്കളെ വിശ്വസിച്ചോളി. ആ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം ബദരീങ്ങളോട് ചോദിച്ചാൽ ആ അള്ളാഹുന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം പിന്നെ മഹാന്മാരെന്ന് പ്രതീക്ഷിച്ച സുഹൃത്തുക്കൾ, അതാണ് ശിർക്ക്. അള്ള പച്ചയായി ചോദിക്കുന്നുണ്ട്, ഇന്നല്ലതിനെ തെതുക്കൂനം, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ തന്നെയാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ മൂത്രമൊഴിച്ചവർ, ബാത്റൂമിൽ പോയവർ, കുളിച്ചവർ, കണ്ണുകൊണ്ട് കണ്ടവർ, കാതുകൊണ്ട് കേട്ടവർ, ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചവർ, നിങ്ങളെക്കാളും ഒരു പ്രത്യേകത അവർക്കില്ല. അള്ള പറയാണ്, പതുക്കും നിങ്ങൾ വിളിച്ചു നോക്കിന്നാല് വലിയ സ്തജീബുലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാണെങ്കിൽ തരട്ടെ, ഇൻ കുന്തു സാധിക്കും. എന്നിട്ട് അള്ള ചോദിക്കാണ്, അലഹും അർജുനും യംശൂന ബിഹാ, അവർക്ക് നടന്നു പോകാൻ പറ്റുന്ന കാലുണ്ടോ? നിങ്ങൾ ഇവരോട് ചോദിക്കണ്, ആ കബർ കിടക്കണ ആക്ക് നിങ്ങളെപ്പോലെ കാലുണ്ടോ? എന്തെങ്കിലും നിങ്ങളത്തേക്ക് നടന്നു വരാൻ? എത്ര വ്യക്തമായ ചോദ്യം. അംലഹും ഐദിൻ, അവർക്കിപ്പോ കൈയുണ്ട്, യബ്തിശൂന ബിഹാ, പിടിക്കാൻ. അംലഹും അഅ്യുൻ യുബ്സിറൂന ബിഹാ, കാണുന്ന കണ്ണിപ്പോൾ അവർക്കുണ്ടോ? അംലഹും ആദാൻ, അവർക്ക് ചെവികളുണ്ടോ? യസ്മഊന ബിഹാ, കേൾക്കാൻ. ഖുലിദു ശുറകാഅക്കും സുമ്മ കീദൂനി ഫലാ തുൻദിറൂൻ, നിങ്ങൾ എത്ര ശ്രോതാക്കന്മാരെ വിളിച്ചാലും എനിക്കൊരു പ്രശ്നം വരുത്താൻ നിങ്ങൾക്ക് പറ്റൂല. സുഹൃത്തുക്കളെ, അള്ളാനെ മാത്രം വിളിച്ചാൽ മതി. അള്ളാഹ്ക്ക് കഴിയാത്തൊരു കാര്യമല്ലേ വേറെ ചോദിക്കണ്ടുള്ളൂ? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അള്ളാഹ്ക്ക് കഴിയാത്തൊന്നുണ്ടോ? പിന്നെ അള്ളാഹുടെ നേരിട്ട് ചോദിക്കാൻ വല്ല തടസ്സവും ഉണ്ടോ? സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ അയച്ചിടാൻ മനസ്സിലാക്കും. ആരെയിലെ ഏലസും ഉറുക്കും കയറും നൂലും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ഏകദൈവ വിശ്വാസിയായി മറ്റു മതങ്ങളുടെ ചിഹ്നങ്ങളും ആചാരങ്ങളും കെട്ടുകളും ഒക്കെ അയച്ചിട്ടിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് എല്ലാ നൂലും ഒന്നും തവക്കുൽ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വിട്ടാലേ യഥാർത്ഥ മുവഹിദാവൂ. സുഹൃത്തുക്കളെ, ഈ തൗഹീദ് ആണ് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് പൂർത്തിയായിട്ടുണ്ടാവും. ഈ തൗഹീദ് ഉൾക്കൊള്ളാതെ ഈ ഈമാൻ പൂർത്തിയാകാതെ ഒരു വ്യക്തി മാറൂല. സുഹൃത്തുക്കളെ, അന്തം മുട്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കാണും. എങ്ങനെ ഒരു മാറുക? ജീവിതത്തിൽ എല്ലാ വേണ്ടാത്തരങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നു. മാറ്റം ഉണ്ടാവും ഈമാൻ കൊണ്ടേ പറ്റുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ വാക്ക് പറയുന്നുണ്ട്, വലൗ നസല അവ്വല ഷൈഇൻ ലാ തശ്റബു അൽ ഖംർ. ഇസ്ലാമിലെങ്ങാനും ആദ്യം തന്നെ വന്നങ്ങാട് നിങ്ങൾ കള്ളുടിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ കാലു ഞങ്ങൾ പറയും ലാ നദഉ അൽ ഖംറ അബദൻ, ഞങ്ങൾ കള്ളു ഒഴിവാക്കൂലെന്ന് ഞങ്ങൾ പറയാം. വലൗ നസല, ആദ്യം ഇറങ്ങിയ ആയത്ത് ഇതാണെങ്കിൽ ലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ കാലു ലാ നദഉ സിന അബദൻ, ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കൂല എന്ന് പറയും. പക്ഷെ അള്ളാഹു ആദ്യം ഇറക്കിയത് തൗഹീദിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ലഖദ് നസല അലൈഹി അല മുഹമ്മദ്, നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു ബലിസ്സാഅതു മൗഇദുഹും അദ്ഹാ വ അമർ, അവർക്ക് ചെല്ലാണെന്ന് പരലോകത്ത് കണ്ടു. അവിടുത്തെ അനുഭവങ്ങൾ കുറച്ച് കയ്പും കുറച്ച് മാരകവുമാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. സുഹൃത്തുക്കളെ, തൗഹീദും പരലോകവും ശരിക്കും ഉൾക്കൊള്ളാതെ ഒരു വ്യക്തിയിലും ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോടെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഗുണപാഠം ഈ റമദാനിലുണ്ട്. അതാണ് ബദർ. എന്താണ് ബദറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒന്നേ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാലോ, ലോകത്ത് ഏറ്റവും വിശുദ്ധരായ മനുഷ്യന്മാരാരാന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, അത് നബിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്താണ്. അവർക്ക് ശേഷം അവരെ പോലെ അത്യുന്നതരും വിശുദ്ധരുമായ ഒരു സമൂഹം ഇനി ലോകത്ത് വരില്ല. ഇസ്ലാമിന്റെ 100% നടപ്പിലാക്കിയ മഹോന്നതന്മാർ. എന്താണ് ത്യാഗാലിച്ചത്? നിങ്ങൾ ഒരു ചൈന ഇന്ത്യ യുദ്ധം നടക്കണമാരല്ലോ, ഒരു നാട്ടിൽ തമ്മിലുള്ള യുദ്ധം, ഒരേ കുടുംബങ്ങൾ, അപ്പുറത്ത് മുശ്രിക്കുകളുടെ പക്ഷത്ത് തന്റെ വാപ്പുണ്ട്, ഇപ്പുറത്ത് മകനുണ്ട്. സുഹൃത്തുക്കളെ, നേർക്ക് നേരെ ആണ് യുദ്ധം ചെയ്യുക. ആലോചിക്കുന്നത്, വാപ്പന്റെ നേരെയും മകന്റെ നേരെയും ജ്യേഷ്ഠന്റെ നേരെയും വാളോങ്ങുമ്പോൾ വാപ്പനെക്കാളും വലിയൊരു ആദർശം മനസ്സിലുണ്ട്, വാപ്പനെക്കാളും വലിയൊരു വിശ്വാസം മനസ്സിലുണ്ട്. അതാണ് ബദർ. ആ ബദറിൽ അള്ളാഹു നേരിട്ടാണ് ഇടപെട്ടു. അള്ളാഹ് ബദർ യുദ്ധത്തെ മുൻനിർത്തി നമ്മോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എന്ത് കാരണങ്ങൾ നിങ്ങൾക്ക് സഹായം എത്താനുണ്ടെങ്കിലും ആ കാരണങ്ങളൊക്കെ നിങ്ങൾക്കൊരു സമാധാനത്തിനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യം നേടിക്കോളന്നില്ല. കാരണം നേടണമെങ്കിൽ അള്ള എന്ത് ചെയ്യണം? വിചാരിക്കണം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ല. സുഹൃത്തുക്കളെ, മരുന്നുണ്ടായാലും നമ്മളെ രോഗം മാറണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം. എല്ലാറ്റിലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണം. വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങളെ സഹായിച്ചു ബദറിൽ. എന്താണ് നിങ്ങളെ സഹായിക്കാൻ കാരണം? ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കും. ലോകത്തെ ഏറ്റവും വിശുദ്ധന്മാരാണ്. സുഹൃത്തുക്കളെ, എന്താണ് ആ യുദ്ധ ചരിത്രമൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടക്കുന്നതിന് മുമ്പ് മരിച്ചു വീഴുന്ന മുശ്രിക്കുകളുടെ പേരും വീണ സ്ഥലവും കാണിച്ചു കൊടുക്കണം. അബൂജഹല് ബദർ യുദ്ധത്തിൽ ഏതു മണ്ണിൽ ചോര പുരണ്ട് കിടക്കുമെന്ന് കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? 300 ആളായിട്ട് ഏറ്റുമുട്ടാൻ പിന്നെ 1000 ആളുകളാണ്. എല്ലാ യുദ്ധതന്ത്രങ്ങളും വരുന്ന 1000 ആളുകൾ. അവര് കള്ളു കുടിച്ച്, സുഹൃത്തുക്കളെ വ്യഭിചരിച്ച്, ക്യാമറകൾ കണ്ട്
ഏറ്റവും വലിയ ആഹ്ലാദ നൃത്തമായിട്ടാണ് യുദ്ധത്തിലേക്ക് ഈ വിശുദ്ധന്മാരോട് ഏറ്റുമുട്ടാൻ, ജീവിതത്തിൽ ഏറ്റവും അധികം നന്മ നിറഞ്ഞവിടെ ഏറ്റുമുട്ടാൻ വന്നത്. എന്തേ സംഭവിച്ചു? എല്ലാം പ്രതികൂലം. 300 ആളിലേക്ക് നോക്കുമ്പോൾ അവർ എത്രയോ ഉള്ള പോലെ തോന്നുന്നു. 1000 ആളെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവർ കുറവായിട്ട് തോന്നുന്നു. എല്ലാം നിലക്കൊള്ള അവസാനം 50,000-ഓളം വരുന്ന മലക്കുകളെ ഇറക്കി അള്ളാഹു വിജയിപ്പിച്ചു. ബദർ യുദ്ധത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹു പറയാണ്, ഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുക്കും കൈദുഹും ശൈആ. നിങ്ങൾ ക്ഷമിക്കും സൂക്ഷ്മത പാലിക്കും ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളെ ബാധിക്കൂലാണ്. സുഹൃത്തുക്കളെ, ഇത് ലോകത്തൊരു പരിഹാരമാണ്. നോക്ക്, നിങ്ങൾ ആ ബർമ്മയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ കൊന്ന് തീർത്തിട്ട് അവിടെ മുസ്ലിം നാമധാരികളിൽ മുക്തമായ ഒരു നാടാക്കി മാറ്റി, കൊന്നിട്ടൊരു വംശത്തെ നശിപ്പിക്കുക. ഇതാരാ സുഹൃത്തുക്കളെ? ഈ ഖുർആനിന്റെയും ഈ ബദറിന്റെയൊക്കെ പിന്തുടർച്ചക്കാരാണ്. എന്താ ഒന്നും പറ്റാത്തത്? അള്ളാഹ് പറയണത് നമ്മൾ യോഗ്യരാവണം. നമ്മൾ നിസ്കാരം എന്താണെന്നറിയാത്ത, പള്ളി എന്താണെന്നറിയാത്ത, തൗഹീദ് എന്താണെന്നറിയാത്ത, തലയിൽ സുഹൃത്തുക്കളെ അപകടങ്ങൾ വരുമ്പോൾ അള്ളാന്റെ പേരുച്ചരിക്കാൻ അറിയാത്ത ആളുകൾക്ക് അള്ളാഹ് എങ്ങനെ സഹായം ചെയ്യും? നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലൊക്കെ സഹായം വേണം, നല്ല സൂക്ഷ്മത വേണം സുഹൃത്തുക്കളെ. ബദർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ വിജയിക്കും. പക്ഷെ എന്താ, നമ്മൾ യോഗ്യരാകണം. ഈ റമദാനിൽ തീരുമാനിക്കുന്നത് നമ്മൾ പരീക്ഷകളിൽ നിന്ന് മുക്തമായ, വൈകാരികമായ വ്യതിചലനങ്ങളിൽ നിന്ന് മുക്തമായ, പരസ്പരമുള്ള പോരുകളിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നും മുക്തമായ ഒരു മനസ്സിനെ നമ്മൾ ഉണ്ടാക്കിയാലേ അള്ളാന്റെ നസുർ, നമുക്ക് സഹായം നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹ് വ്യക്തമായിട്ട് പറയുന്നു, ഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ലാ യദുറുക്കും കൈദുഹും ശൈആ, അവിടെ ഒരു കുതന്ത്രവും നിങ്ങളെ ബാധിക്കൂല. ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യത നമ്മളെന്താ ചെയ്യുക? ഈ ലോകം നന്നാക്കാൻ നമുക്ക് ചെയ്യാണ്ട് സുഹൃത്തുക്കളെ. ലോകം നന്നാക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വഹാബത്ത് ചെയ്ത അതേ മാതൃക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തുഫൈൽ ബിൻ അംർ ദൗസി എന്ന് പറയുന്ന ഒരു മഹാനായ സഹാബിയെ കുറിച്ച്. അദ്ദേഹം മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം മുസ്ലിമായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ 8ാമത്തെ വർഷം. മുസ്ലിമായി കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്താ ചെയ്തതെങ്കിൽ അദ്ദേഹം നേരെ തിരിച്ച് തന്റെ നാട്ടിലേക്ക് തന്നെ പോയി. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയിട്ടാണ് അദ്ദേഹം വരുന്നത്. മദീനത്തെത്തിയിട്ട് അദ്ദേഹം വരുമ്പോൾ 80 കുടുംബം അയാളെ കൂടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. 80 കുടുംബങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം വരുന്നത്. സുഹൃത്തുക്കളെ, 10-60 കൊല്ലം ജീവിച്ചിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുന്ന ഒരു വാക്ക് പോലും തന്റെ സഹപ്രവർത്തകനോട്, തന്റെ വാഹനം ഓടിച്ച ഡ്രൈവറോട്, തന്റെ വീട്ടിൽ വേലക്ക് വന്ന ഒരാളോട്, തന്റെ ഒരു 35 കൊല്ലം സർവീസിൽ ഇരുന്നിട്ട് തന്റെ തൊട്ടടുത്ത കസേരയിൽ നിന്ന് ഒരുത്തനോട് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചോ പറയാതെ എല്ലാവിധ ശിർക്കുകളും വഴിപാടുകളും നേർച്ചകളും അല്ലല്ലാത്ത ബിംബങ്ങൾക്ക് രൂപങ്ങൾക്ക് നൽകുന്നതിന്റെ കഥകൾ 1000 വട്ടം പറഞ്ഞിട്ടും ഈ തടി നാളെ നരകത്തിൽ കല്ലിനോടൊപ്പം, അതിശക്തമായ കല്ലിനോടൊപ്പം കനലാകുമല്ലോ എന്ന് മനസ്സിൽ ബോധ്യമുണ്ടായിട്ടും പറയാത്തവരുടെ അവസ്ഥ എന്താണ് സുഹൃത്തുക്കളെ? നമ്മൾ ഇത് ഏറ്റെടുക്കണം. നോക്ക്, നമ്മൾ കുറച്ച് ആൾക്കാർ ഈ പള്ളികൾ കൂടിയിട്ടുണ്ടെങ്കിലും ഒരു മഹാഭൂരിപക്ഷത്തെ ഇന്ന് ജുമാ ഖുത്ബയിൽ ഉത്ബോധിപ്പിക്കുന്ന സുഹൃത്തുക്കളെ അല്ലല്ലാത്തൊരു പേരിൽ അർത്ഥ തിന്നാനാണ് പറഞ്ഞു കൊടുക്കണം. തിന്നാനാ പറഞ്ഞു. അള്ളാന്റെ പേരിൽ മാത്രം നേർച്ച കൊടുക്കണം, അള്ളാഹിൽ നിന്ന് മാത്രം അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കണമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ തത്വത്തിന് കടക്ക് കത്തിവെക്കുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ നാട്ടിലുള്ള ദീനുള്ള ആളുകൾ എന്ന് പറയുന്നവർ തന്നെയാണ്. സുഖം നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ഇതിന്റെ ഓരോ പ്രദേശങ്ങളെയും ഉൾപ്രദേശങ്ങളെയും തൗഹീദിലേക്ക് കൊണ്ടുവരാൻ, ആളുകൾക്ക് സത്യം പറഞ്ഞു കൊടുക്കാൻ, ഒരു സംഘടനകളെയും വിജയിപ്പിക്കാനല്ല സുഹൃത്തുക്കളെ, ഒരു കൂട്ടായ്മയും ശക്തിപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ കൂടെ ജീവിച്ച അയൽവാസികളും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ തൗഹീദോട്, അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വസ്ത്രം അഴിക്കുമ്പോൾ അവന്റെ അരയിലും ഒരു മറ്റൊരു മുസ്ലിമിന്റെ ദേഹത്ത് കാണുന്ന പോലെ വലിയൊരു ഏലസും വലിയൊരു ഊർക്കും കാണാതിരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കണം. തൗഹീദോടെ വരാൻ. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് കഴിവുണ്ട്, സ്വാധീനമുണ്ട്, നാട്ടിൽ അംഗീകാരമുണ്ട്, പണമുണ്ട്, ഒക്കെ. നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നമ്മുടെ കോൺക്രീറ്റിന് കേട് പറ്റാതിരിക്കാട്ടൊരു ഷെഡില്ലേ സുഹൃത്തുക്കളെ, അതിലൊരു 10 കസേര ഇട്ടിട്ടെങ്കിൽ അയൽവാസികളെ വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് തൗഹീദ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ എവിടുന്ന് കിട്ടുന്ന പുറത്തിട്ട് ഒരു ലഘുലേഖെങ്കിലും പോക്കറ്റിലിട്ടിട്ട് അയൽവാസി കൊടുക്കാൻ, അതൊക്കെ നമ്മൾ ഈ റമദാനിൽ അല്ലെങ്കിൽ എപ്പോഴുണ്ടാക്കുക. ബദറിൽ ജീവൻ ഇസ്ലാമിന് കൊടുത്തു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തൗഹീദ് ജീവിക്കുന്നത്. ജീവൻ കൊടുത്തില്ലെങ്കിലും സുഹൃത്തുക്കളെ ഒരു ചെറിയ ത്യാഗമെങ്കിലും, നാട്ടിന്റെ ഒരു വിമർശനമെങ്കിലും, എന്റെ മയ്യത്ത് ഈ പള്ളിക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, എന്റെ മയ്യത്തിന്റെ കൊലായിൽ വെച്ചാൽ മതി എന്ന് പറയാനുള്ള ഒരു ധീരതയെങ്കിലും ആരാണ് ഈ മുഹമ്മദ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് മുഹമ്മദ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ
ആ പ്രവാചകന്റെ പാരമ്പര്യം. വാപ്പന്റെ തല കാണുമ്പോൾ യുദ്ധത്തിൽ പതറിപ്പോകാത്ത സഹാബത്തിന്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ചെറിയൊരു ബഹിഷ്കരണമൊക്കെ നാട്ടിൽ പറഞ്ഞാലും തൗഹീദിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. കുടുംബത്തിലെ വിമർശനങ്ങൾ സഹിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ദീൻ ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ടുകയാണ് ഒരു അധ്യായം 114 സൂറത്തിൽ ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ അതെന്താണ്? സൂറത്തുൽ ഖദറാണ്. ആ സൂറത്തുൽ ഖദറിൽ എന്താ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ രാത്രി എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അനേകം രാത്രികൾ കഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹു ഒരു രാത്രിക്ക് പ്രത്യേകത കൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആ രാത്രിന്റെ മഹത്വം എന്നറിയുന്നത്? ഇനി അടുത്ത കൊല്ലം ഈ രാത്രി വരും. അടുത്ത കൊല്ലം ഈ രാത്രി വരുന്നത് വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അന്നഹു യുഖദ്ദിറു ഫീഹാ മാ യകൂനു ഫിൽ ആം മിനൽ ആജാൽ വൽ അർസാഖ് വൽ മഖാദിർ ഖദരിയ. അല്ലാഹു തീരുമാനിക്കും നമുക്ക് എന്ത് അനുഗ്രഹങ്ങൾ വരണം, എന്ത് അപകടങ്ങൾ പറ്റണം, എന്ത് രോഗങ്ങൾ വരണം, എന്ത് രോഗങ്ങൾ വരാതിരിക്കണം, നമ്മൾ എന്ന് മരിക്കണം, എന്ന് മരിക്കേണ്ട എന്ന കാര്യത്തിലൊക്കെ അള്ളാഹുവിന്റെ വർഷത്തിലുള്ള തീരുമാനം സുഹൃത്തുക്കളെ ഈ രാത്രിയിലുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിധിനിർണായകമായ തീരുമാനങ്ങൾ അള്ളാഹു കൈക്കൊള്ളുമ്പോൾ കണ്ണു ചിമ്മി കടന്നുറങ്ങുന്നവരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പറ്റുകയാണെങ്കിൽ 10 ദിവസം പള്ളിയിൽ വരിക വേണ്ടു. എന്നാൽ ഒരിക്കലും ആ മഹത്വത്തിന്റെ രാത്രി നഷ്ടപ്പെടൂല. പക്ഷെ എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല. പക്ഷെ ആ രാത്രിയാണ് അത് ഉണ്ടാകുന്നത്. രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയല്ല. അപ്പൊ രാത്രി നമ്മൾ നോമ്പ് തുറക്കാൻ വന്നാൽ അത്താഴം കഴിച്ച് രാവിലെ പോകുന്നവരെ രാത്രിയാണ്. ആ രാത്രി ഇപ്പൊ ഒറ്റ രാവ് എന്ന് പറഞ്ഞപ്പോൾ 4-5 ദിവസം. ഈ 10 രാത്രി പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അധ്വാനുള്ളത്? നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. മാത്രമല്ല വമാ അദ്റാകമാ ലൈലത്തുൽ ഖദർ ചോദിക്കാൻ കാരണം എന്താ അറിയും? വമാ വമാ യൗമുദ്ദീൻ ചോദിക്കും. എന്താണ് ഈ ലൈലത്തുൽ ഖദർ? അത് എന്തുമാത്രം മഹത്വമാണെന്ന്, അതിന്റെ മഹത്വത്തെയാണ് ആ ചോദ്യം സൂചിപ്പിക്കുന്നത്. ഫഇന്ന ശഅനഹാ ജലീൽ വഖതറുഹാ അദീം. വളരെ വലുതാണ് അതിന്റെ കാര്യം. ആ ദിവസത്തിന്റെ മഹത്വം പറയാൻ പറ്റില്ല, അത് അത്ര വലുതാണ്. മാത്രമല്ല ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്താ അതിന്റെ അർത്ഥം? 1000 മാസങ്ങളെക്കാളും ഉത്തമമെന്ന് പറഞ്ഞാൽ തുആദിലു മിൻ ഫളിഹാ അൽഫി ശഹർ എന്നാണ്. അതായത് ആ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുണ്ടാവും സുഹൃത്തുക്കളെ? ആ ഒരു 8 10 അല്ലെങ്കിൽ 12 മണിക്കൂർ രാത്രിക്ക് 12 മണിക്കൂറിന് 1000 മാസത്തിൽ എത്ര മണിക്കൂർ ഉണ്ടാവും? അതിന്റെ ദൈർഘ്യം. അതിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ 12 മണിക്കൂർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് 1000 മാസം തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അത്ര പ്രതിഫലം ഉണ്ടാകുമെന്നാണ്. എന്തിനാണ് അള്ളാഹു ഇത് നിശ്ചയിച്ചത്? അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു സ്വർഗത്തിൽ വെച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര അനുഗ്രഹം. എത്രയോ തെറ്റുകൾ ജീവിതത്തിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും സംഭവിക്കും. അതിനൊക്കെ അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും നരകത്തിലേക്കാണ്. നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ സ്വർഗത്തിൽ മരണമില്ലാത്തൊരു ലോകത്ത് രാജകീയമായ സുഖാഡംബരങ്ങൾ അനുഭവിക്കാൻ മാത്രം പ്രതിഫലം കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളിവിടെ 80 കൊല്ലം അധ്വാനിച്ച പറ്റൂല. അതുകൊണ്ട് അള്ളാഹു എന്താ വെച്ചാൽ ആയുസിന്റെ ദൈർഘ്യം കുറവായതുകൊണ്ട്, മുമ്പുള്ളൊക്കെ കുറച്ചും കൂടുതൽ കുറവായതുകൊണ്ട് അള്ളാഹു ചില രാത്രികൾക്ക് ഇങ്ങനെ പ്രതിഫലത്തിന്റെ ദൈർഘ്യം നിശ്ചയിച്ചിട്ട് നമ്മുടെ കൂലി വർദ്ധിപ്പിക്കാൻ. അപ്പൊ ഒരു രാത്രി പോയാൽ എത്രക്കാരം നഷ്ടം നടങ്ങൾ? ആയുസിന്റെ വലിയ സംഖ്യകളായിരിക്കും ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ടാണ് അങ്ങനെ തരാൻ കാരണം. മാത്രമല്ല ആ രാത്രിക്ക് ചില പ്രത്യേകതകളുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അതായത് സാലിമത്തുൻ മിൻ കുല്ലി ആഫത്തിൻ വശർറിൻ. എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നൽകുന്ന സമാധാനത്തിന്റെ രാത്രിയാകുന്നു അത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രാത്രി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് പ്രത്യേകം പറയാനുള്ളത്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമളാൻ നിർബന്ധമാക്കിയതിനു ശേഷമുള്ള എല്ലാ റമളാനിലും ഇത്തികാഫ് ഇരുന്നിരുന്നു. അത് മുവാലബത്താണ്, സ്ഥിരമായി ചെയ്ത കാര്യമാണ്. അവസാനം വരുമ്പോൾ നബി 20 ദിവസം 1 മാസം വരെയൊക്കെ നബി സാസം ഇരുന്നു എന്ന് പറയുന്നു. നമ്മൾ സാധിക്കുന്ന ആളുകളെല്ലാം അതിന് നിയ്യത്താക്കണം. അത് നമ്മൾ പരിശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. ആ മഹത്തായ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ടും അതിന്റെ ഫലം ലോകത്തും പരലോകത്തും സമാധാനമായി സന്തോഷമായി സ്വർഗമായി അനുഭവിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. ഞങ്ങൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ നാഥ നീ പുറത്തു മാപ്പായി തരണമേ. അള്ളാഹുവെ 2 റമദാനുകൾക്കിടയിലെ പാപങ്ങൾ പുറത്തു പോകുമെന്ന വാഗ്ദത്ത പ്രകാരം കഴിഞ്ഞ റമദാനും ഈ റമദാനും പാപങ്ങൾ ഞങ്ങൾക്ക് നീക്കി തരണമേ നാഥ.
രാത്രി നമസ്കാരത്തിനും പകലുള്ള നോമ്പിനും കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും എന്ന വാഗ്ദാനം ഞങ്ങളിൽ നിന്ന് നിറവേറ്റണമേ നാഥ. അല്ലാഹുവേ, നോമ്പ് നോൽക്കുന്നവർക്ക് മാത്രമായി പ്രവേശിക്കാൻ പറ്റുന്ന റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ സൗഭാഗ്യവാന്മാരെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും എല്ലാം ആ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. ഒരിക്കലും ചിന്തിക്കുവാനും ആലോചിക്കുവാനും പോലും പറ്റാത്ത ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഏവരെയും നീ കാത്തുരക്ഷിക്കണമേ രക്ഷിതാവേ. അല്ലാഹുവേ, കൂടുതൽ ദീൻ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും തൗഹീദിന് വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ